ഓട്ടോറിക്ഷയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് ജീവനൊടുക്കിയ ഷൗക്കത്തിനെതിരെ വ്യക്തിഹത്യയുമായി യൂത്ത് ലീഗ് നേതാവ്. യുക്തിവാദം തലയ്ക്കു കയറിയാണ് യുവാവ് ആത്മഹത്യ ചെയ്തത് എന്നാണ് യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി CK ഷാക്കിറിന്റെ വിമർശനം. സാമാന്യ ബുദ്ധിയുള്ളവർക്കും വിശ്വാസികൾക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ. നിലവിലെ നിയമപ്രകാരം ഇക്കാര്യത്തിൽ MVD കുറ്റക്കാരനല്ല എന്നും CK ഷാക്കിർ പറഞ്ഞു. മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി ചേരുകയാണ്. മുബഷീർ, എന്തുകൊണ്ടാണ് ഒരു മരണത്തിന് ശേഷം ഇങ്ങനെ ഒരു പൊതുവിമർശനം ഉണ്ടാകുന്നത്? അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്ന രീതിയിലാണ് യൂത്ത് ലീഗിന്റെ ദേശീയ സെക്രട്ടറി കൂടെയുള്ള CK ഷാക്കിർ ഫേസ്ബുക്കിലൂടെ ഇത്തരമൊരു വിമർശനം ഈ ഒരു വിഷയത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. മലപ്പുറം കിഴിശ്ശേരി മുണ്ടംപറമ്പ് സ്വദേശിയായിട്ടുള്ള ഷൗക്കത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇത്തരമൊരു അഭിപ്രായം CK ഷാക്കിർ പറഞ്ഞു വെക്കുന്നത്. ഈ മരിച്ച, അതായത് ആത്മഹത്യ ചെയ്ത ഷൗക്കത്ത് യുക്തിവാദം തലക്ക് കയറിയാണ് യുവാവ് ആത്മഹത്യ ചെയ്തത് എന്നുള്ളത് CK ഷാക്കിർ പറയുന്നുണ്ട്. മാധ്യമങ്ങൾ ഉൾപ്പെടെ തെറ്റായ നിരീക്ഷണമാണ് ഇക്കാര്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നൊരു കുറ്റപ്പെടുത്തൽ അദ്ദേഹം പറയുന്നതോടൊപ്പം തന്നെ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന് ആ മനുഷ്യൻ FBയിൽ കുറിപ്പ് ഇടുന്നുണ്ട്. അതോടൊപ്പം തന്നെ മനുഷ്യനെ കുറിച്ചും ഈ ലോകത്തെക്കുറിച്ചും ഒക്കെ തന്നെ അദ്ദേഹത്തിന് വേറിട്ട അഭിപ്രായമായിരുന്നു. ഇക്കാര്യത്തിൽ നിലവിലെ നിയമപ്രകാരം MVD കുറ്റക്കാരല്ല. അതായത് ഷൗക്കത്തിനെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് MVDയെ പൂർണ്ണമായിട്ടും ന്യായീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ CK ഷാക്കിർ യൂത്ത് ലീഗിന്റെ ദേശീയ നേതാവ് രംഗത്ത് വന്നിരിക്കുന്നത്. നിയമം എടുത്തു കളയണോ എന്ന് MVD തന്നെയാണ് ഇക്കാര്യത്തിൽ തീരുമാനിക്കേണ്ടത്. ആത്മഹത്യ ചെയ്ത വ്യക്തിയുടെ വാഹനത്തിന് 10 മാസം മുൻപാണ് ആദ്യം MVD ഫിറ്റ്നസ് നിഷേധിച്ചത്. ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനമായിട്ട് അദ്ദേഹം ഉന്നയിക്കുന്നതിന് അതിനുശേഷം 7 മാസവും കമ്മ്യൂണിസ്റ്റ് പിണറായി തന്നെയാണ് കേരളം ഭരിച്ചതെന്ന് ഓർക്കണമെന്നുള്ളതും ഷാക്കിർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഈ വിഷയത്തിൽ ഭരണകക്ഷിയിൽ തന്നെ പെട്ട ഒരു യൂത്ത് ലീഗിന്റെ നേതാവ് ഇത്തരമൊരു അഭിപ്രായം, ഒരു വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള അഭിപ്രായം ഉന്നയിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ യൂത്ത് ലീഗിന്റെ മറ്റു നേതാക്കൾ, കൊണ്ടോട്ടി MLA ആയിട്ടുള്ള TP അഷ്റഫ് അലി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ കൃത്യമായുള്ള അന്വേഷണം നടത്തണം, കുറ്റക്കാർക്കെതിരെ ശക്തമായുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. അത്തരമൊരു ഘട്ടത്തിൽ കൂടിയാണ് യൂത്ത് ലീഗിന്റെ മറ്റൊരു നേതാവ് വിഭിന്നമായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. വലിയ പ്രതിഷേധം നിലവിലൊരു സംഭവവുമായി ബന്ധപ്പെട്ട് വരുന്നത് നമുക്കറിയാം. MVDമാർക്ക് വേണ്ടി ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ഏജന്റുമാരുടെ ഇടപെടലുകളാണ് ഇത്തരം സംഭവങ്ങൾക്ക് കാരണമാകുന്നത്. ഇത്തരത്തിൽ അനാസ്ഥ ചെയ്യുന്ന MVDമാർക്കെതിരെയും അതോടൊപ്പം തന്നെ ഏജന്റുമാർക്കെതിരെയും കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഒരു ഭാഗത്ത് ആ കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്, ഓട്ടോ തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ട്. അതിനിടയിലാണ് ഈ മരിച്ച യുവാവിനെതിരെ വ്യക്തിഹത്യ നടത്തുന്ന ഇതിലുള്ള അഭിപ്രായം യൂത്ത് ലീഗ് നേതാവ് നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ തുടർ നീക്കങ്ങൾ നടത്താൻ തന്നെയാണ് തൊഴിലാളി സംഘടനകളുടെയൊക്കെ തന്നെ തീരുമാനം. ശക്തമായിട്ടുള്ള നടപടി ഈ സംഘടനകൾ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ആവശ്യപ്പെടുന്നുണ്ട്. അല്ലാത്ത പക്ഷം പ്രതിഷേധ പരിപാടികൾ തുടരുമെന്നുള്ളതാണ് സംഘടനകൾ അറിയിക്കുന്നത്. മുബഷീർ പി അക്ബറാണ് വിവരങ്ങൾ നൽകിയത്. CK ഷാക്കിർ കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത്. ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത നിരീക്ഷണങ്ങളാണ് ഇദ്ദേഹം നടത്തിയിരിക്കുന്നതിനടക്കം വിമർശനങ്ങൾ ഇപ്പോൾ CK ഷാക്കിറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു.